ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഈ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ട് ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് അല്ലേ? യെസ്, എൻ്റെ കരിയർ ജേണി കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ജോബ് റിസൈൻ ചെയ്തു, ഇപ്പൊ എഡ്യൂക്കേഷണൽ ട്രെയിനർ ഒക്കെ ആയി. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു കരിയർ ജേണി ഞാൻ ചെയ്യാത്തത് എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് കുറേ പേർക്കുള്ളൊരു ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ വന്ന് ഫ്രം ദ ബിഗിനിങ് എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 5 വീഡിയോസ് കരിയർ ജേണി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലൊക്കെ നോക്കി പൊട്ടി അല്ലെ, കിട്ടിയില്ല. പിന്നെ എനിക്ക് ജോബ് കിട്ടി. പിന്നെ ഒരു സ്കൂളിൽ നിന്ന് മാറി അടുത്ത സ്കൂളിലേക്ക് പോയി എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വാച്ച് ചെയ്യാത്തവർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള കരിയർ ജേർണിയുടെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് എന്തായിരുന്നു എന്നൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കുറേ പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഞാൻ 2007 നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, റിമോട്ട് വില്ലേജിലായിരുന്നു ഞാൻ പഠിച്ചതെല്ലാം. കേരള സ്കൂളിലായിരുന്നു. എന്നിട്ട് ഡിഗ്രി ഒക്കെ എടുത്ത് MCOM എടുത്തിട്ടാണ് ഇവിടെ വന്ന് കയറുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹമില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഞാൻ കമ്പനികളിലൊക്കെ ആയിരുന്നു CV കൊടുത്തിരുന്നത്. അങ്ങനെ കുറേ വിളിക്കാതായപ്പോൾ കാര്യം ഞാൻ മനസ്സിലാക്കി, കമ്പനിയിൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല. ആ സമയത്തൊന്നും ഒട്ടും കമ്പനി ജോബ് നമ്മൾ ലേഡീസിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, എന്നാ പിന്നെ സ്കൂളിലേക്ക് നോക്കാം. എനിക്ക് ടീച്ചറാകാൻ ഒരു ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ സ്കൂളിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വലിയ വലിയ കാര്യങ്ങളാണ് സ്വപ്നം ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് എന്തുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളൊക്കെ അല്ലേ, അതിലേക്കൊക്കെ ഒന്ന് നോക്കിക്കൂടെ. അങ്ങനെ ഞാൻ കുറേ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലേക്ക് പോകുന്നു, CV കൊടുക്കുന്നു. വി വിൽ കോൾ യു, വി വിൽ കോൾ യു. അങ്ങനെയാണ് വി വിൽ കോൾ യു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു അർത്ഥം കൂടെ അതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ ബ്രിട്ടീഷ് സ്കൂളിലേക്ക് ഫസ്റ്റ് ഒരു സ്കൂളിൽ കിട്ടി. അവിടെ അവർ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും എന്നെ ഒഴിവാക്കി. കാരണം കുട്ടികൾക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. അതാണ് കാരണം. വലിയ ക്ലാസ്സിലായിരുന്നു ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു CBSE സ്കൂളിലാണ്. CBSE സ്കൂളിൽ ക്ലാസ് 11 and 12 അക്കൗണ്ടിങ്, ബിസിനസ്, ഇക്കണോമിക്സ്, ഈ 3 സബ്ജക്റ്റാണ് എനിക്ക് പഠിപ്പിക്കേണ്ടിയിരുന്നത്. ഇന്ത്യൻ കുട്ടികൾക്ക് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഇംഗ്ലീഷൊക്കെ. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ജോബ് കിട്ടേണ്ടത് എവിടെയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് ബ്രിട്ടീഷ് സ്കൂളിലാണ്. അപ്പോൾ വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ നിന്ന് 1ാം ക്ലാസ് ടീച്ചറായിട്ട് എന്നെ വിളിച്ചു. ഞാൻ CBSEയിലെ +1 +2 ടീച്ചർ എന്നുള്ളത് അത് റിസൈൻ ചെയ്തിട്ട് ബ്രിട്ടീഷിലെ 1ാം ക്ലാസ് ടീച്ചറായി. കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അവൾക്ക് വട്ടാണെന്ന്. പക്ഷെ എനിക്കൊരു ക്ലിയർ എയിം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ജോബിൽ നിന്ന് റിസൈൻ ചെയ്തത്. എന്നാലോ CBSEയിലെ +2 സാലറിയെക്കാട്ടിലും ബ്രിട്ടീഷിലെ 1ാം ക്ലാസ് ടീച്ചർ സാലറി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും പറയാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത ആഗ്രഹം, എന്തുകൊണ്ട് ബ്രിട്ടീഷിൽ എൻ്റെ സബ്ജക്റ്റ് പഠിപ്പിച്ചുകൂടാ. അപ്പൊ എനിക്ക് 9 and 10, അതായത് IGCSE എന്നാണ് ബ്രിട്ടീഷിൽ ഇതിന് പറയാം, അതിലേക്ക് കയറാൻ നോക്കി. അങ്ങനെ അതിലേക്ക് എത്തിപ്പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നത്തെ ആഗ്രഹം എന്താണ്, എനിക്ക് 11 and 12 പഠിപ്പിക്കണം എന്നുണ്ട്. അതിലേക്ക് കയറി. അതിനൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ താഴെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ആഗ്രഹം, എന്തുകൊണ്ട് എനിക്ക് ടോപ്പ് സ്കൂളിൽ, കുറച്ചും കൂടെ റെപ്യൂട്ടഡ് സ്കൂളിൽ വർക്ക് ചെയ്ത് അറിയപ്പെടുന്ന ഒരു ടീച്ചർ ആവണം, ഒരു പ്രൊഫഷണൽ ടീച്ചർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതിന് ഉള്ള ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ജിദ്ദയിലെ ടോപ്പ് 10 സ്കൂളിൽ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. പിന്നെ ആ സ്കൂളിൽ ഞാൻ 2-3 ഇയേഴ്സിന് ജോയിൻ ചെയ്തതായിരുന്നു. ബട്ട് അവിടെ ഞാൻ 9 ഇയേഴ്സ് വർക്ക് ചെയ്ത് 2024 സെപ്റ്റംബർ 23 ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. പിന്നെ ഒക്ടോബർ 23 വീണ്ടും എൻ്റെ പ്രിൻസിപ്പൾ ഒരു 1 വീക്കും കൂടെ കുറച്ചും കൂടെ പോർഷന് കുട്ടികൾക്ക് തീർത്തു എടുത്തിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ്, അങ്ങനെ 2024 ഒക്ടോബർ 31 ജോബിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന. നവംബറിലാണ് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു കാര്യം. ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതും എന്തുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ താഴത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ വീഡിയോ എനിക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് കുറേ പേർക്കും അറിയണമെന്നുണ്ട് അല്ലെ. പെട്ടെന്നായിരുന്നു ഞാൻ റെസിഗ്നേഷൻ കൊടുത്തത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു സ്കൂളിൽ വന്ന് 2 ഇയേഴ്സിന് ഞാൻ ജോയിൻ ചെയ്തതായിരുന്നു. എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഞാൻ പറയുന്നതാണ്, ഒരേ സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ഗ്രോത്തും പ്രൊഫഷണൽ ഗ്രോത്തും അധികം കിട്ടൂല. കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് മാറിപ്പിടിക്കണം. എന്തായാലും ഗവൺമെന്റ് ജോലിയൊന്നും അല്ല. അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്കൂളിൽ പോയി ഒരു 2 വർഷം കഴിഞ്ഞ പാടത്തിന് ഞാൻ കോളേജിലേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു.
കോളേജ് എന്ന് പറഞ്ഞാൽ റെഗുലർ കോളേജിൽ കിട്ടൂല, നമുക്ക് BEd വേണം. സോ വൊക്കേഷണൽ കോളേജിൽ നമുക്ക് ആ സമയത്ത് കിട്ടാൻ എളുപ്പമായിരുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. ഇവിടെ ജോയിൻ ചെയ്തൊരു 1 ഇയർ കഴിഞ്ഞപ്പോൾ കൊടുത്ത് എനിക്കത് സെലക്റ്റഡ് ആയില്ല. പിന്നെ എന്താണ്, ഈ സ്കൂളിൽ തന്നെ പോകുന്ന സമയത്ത് 2-3 ഇയർ ആകുമ്പോഴാണ് അടുത്തത് സ്കൂളിലെ ഇവന്റുകൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അങ്ങനെ ഗ്രാജുവേഷന്, ബേക്ക് സെയിൽ, ഇങ്ങനെയുള്ള ഇവന്റുകളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ആ കാര്യം കൂടെ ഞാൻ പഠിച്ച് അതിലേക്ക് ഞാൻ എക്സ്പേർട്ട് ആവാൻ നോക്കി. ഇത് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ഹെൽപ്പ് കിട്ടും. കുറേ കാര്യങ്ങൾ സൂപ്പർവൈസർ, പ്രിൻസിപ്പളൊക്കെ പറഞ്ഞുതരും, നമുക്കിതൊന്നും ഐഡിയ കിട്ടുന്നില്ലല്ലോ. അത് വെച്ച് ഞാൻ ചെയ്ത് അതിലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിക്നിക് ആവട്ടെ, ബേക്ക് സെയിൽ, ഗ്രാജുവേഷൻ, കുറേ കാര്യങ്ങൾ എൻ്റെ സൂപ്പർവൈസർ നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി എനിക്ക് ഇറങ്ങണം എന്ന് തോന്നുന്ന സമയത്താണ് കൊറോണ വന്ന് പിന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല. കൊറോണ വന്നിട്ടുള്ള കാര്യമൊക്കെ ഞാൻ 5th പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വൊക്കേഷണൽ കോളേജിൽ കിട്ടി. പക്ഷെ അപ്പോഴും കുട്ടികൾ സ്കൂള് ഓപ്പൺ ആക്കാത്തതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ല. അപ്പൊ പിന്നെ ഞാൻ കൊമേഴ്സ് സബ്ജക്റ്റ് ആയതുകൊണ്ട് എൻ്റെ സബ്ജക്റ്റിൽ അധികം സ്കൂളിൽ വേക്കൻസി ഇല്ല. കൊമേഴ്സ് എടുത്തവർക്കറിയും നമുക്ക് പെട്ടെന്ന് സയൻസ് ടീച്ചേഴ്സിൻ്റെ അത്ര ജോലി പെട്ടെന്ന്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ മിഡിൽ ഈസ്റ്റിൽ കിട്ടൂല. എന്താ റീസൺ എന്നറിയോ? നമ്മൾ ഇന്ത്യൻ സ്കൂളിലും ഇന്ത്യൻ പാകിസ്ഥാനികൾക്കൊക്കെ കൊമേഴ്സ് നന്നായിട്ട് എടുക്കും. പക്ഷേ ഈ അറബ് സ്കൂളിൽ അധികം കുട്ടികൾ സയൻസ് ആണ് എടുക്കുക. പിന്നെ കുറച്ച് കുട്ടികളാ കൊമേഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലും കുറച്ച് കുട്ടികളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് ഞാൻ മാറിപ്പോവാണെങ്കിൽ എനിക്ക് അതിലും കൂടുതൽ സാലറി കിട്ടണം. അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ സബ്ജക്റ്റിൽ കിട്ടണം. സബ്ജക്റ്റിൽ കിട്ടില്ല, അത്ര ഈസി അല്ല. അതിലും കൂടുതൽ സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഡിമാൻഡ് ഇതായിട്ട് വരുന്നില്ല കൊമേഴ്സ്. പിന്നെ CBSE ഇറങ്ങേണ്ട കാര്യമല്ല അല്ലെ, ബ്രിട്ടീഷ് അമേരിക്കനിലൊക്കെ എത്തി. പിന്നെ വീടിനടുത്തായിരുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരും. ഡെയിലി ആ റൂട്ടീൻ തന്നെ, ബുക്സ് മാറുന്നില്ല. നമ്മൾ 9 years ഒക്കെ ആവുന്ന സമയത്ത് ബുക്സ് പോലും ഓപ്പൺ ആക്കേണ്ടായി ചെയ്യുന്നു അല്ലെ, ആ ഒരു ലെവലിൽ എത്തും നമ്മൾ. കുറെ കുട്ടികൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റി, അച്ചീവ്മെന്റ് അവാർഡ് കൊടുന്നു. പക്ഷേ നമ്മളെ തന്നെ നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നൊരു കാര്യം, നമ്മളെ ഒരു കരിയർ ഗ്രോത്തും ഫൈനാൻഷ്യൽ ഗ്രോത്തും ഇതിനെ രണ്ടിനെയും വെച്ചിട്ട് നമ്മൾ നോക്കണം. അപ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ പയഞ്ചനായി പോകും അല്ലെ, അടുത്ത ആളുകൾ നമ്മളെക്കാളും ക്വാളിറ്റി ഉള്ളവർ കയറിപ്പോവും. അപ്പോൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് കരിയർ ഗ്രോത്ത് എന്ന് പറയാൻ വല്ലാതെ ഒന്നുമില്ല, സെയിം കാര്യം തന്നെ, റിപ്പീറ്റേഷനാണ്. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ സാലറി. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ടീച്ചർ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ആ സ്കൂളിൽ കയറുന്നത്. അപ്പൊ എനിക്ക് അത്യാവശ്യം സാലറി കിട്ടി. അവിടുത്തെ ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയി എന്നാണ് അവർ പറയുക. കാരണം നമ്മൾ ആ ഒരു ഇൻ ദ മിഡിൽ ജോയിൻ ചെയ്തുകൊണ്ട് അത്യാവശ്യം സാലറി കിട്ടി. അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനും ഇൻക്രിമെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ചെന്നിട്ട് ഇൻക്രിമെന്റ് ചോദിക്കുമ്പോൾ പറയാം, മുനീറ, യു ആർ ദ ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയി ഇൻ ദിസ് സ്കൂൾ. കേട്ട് മടുത്ത്. കാരണം ആ സ്കൂളിൽ ഹയസ്റ്റ് പെയ്ഡ് ആണ്. പക്ഷെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സാലറി അല്ല, ഇതിക്കും മുകളിൽ നമുക്ക് കിട്ടൂലേ. നിങ്ങൾ എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? നമുക്കാണ് ഫസ്റ്റ് നമ്മുടെ ക്വാളിറ്റി അറിയേണ്ടത് അല്ലെ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ആ ജോയിൻ ചെയ്തപ്പോഴുള്ള സാലറി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അധികം ആളുകൾക്കൊക്കെ ആ സാലറിയിൽ എത്തി. ഞാൻ അതേ സ്ഥലത്തിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ അവരുടെ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് രണ്ടൊക്കെ നോക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇവാലുവേഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞാൻ എന്നെ ഇമ്പ്രൂവ്മെന്റ് നടത്തുന്ന സമയത്ത്, ഇമ്പ്രൂവ്മെന്റ് അല്ല ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് ഭയങ്കര വിഷമം എനിക്ക്. ഒട്ടും ഞാൻ ഹാപ്പി അല്ല. പിന്നെ എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് അത് പോസിറ്റീവ് എനർജി പോയിട്ട് ഒരു നെഗറ്റീവ് എനർജിയാണ് എനിക്ക് കൊണ്ടുതരുന്നത്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് ആ സ്കൂളിൽ, വേറെ സ്കൂളിൽ പെട്ടെന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ പോകുന്ന സമയത്താണ്, കൊറോണയ്ക്ക് ശേഷമാണ് നമ്മുടെ സ്കൂളിലെ മാനേജ്മെന്റ് മാറി. ആദ്യം ഓണറുടെ മൂത്ത മോളായിരുന്നു, ആള് UK പോയിട്ട് പിന്നെ മാനേജ്മെന്റ് മാറി. നമ്മൾ ആ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഒരു പ്രൊഫഷണലിസം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, ഒരു 2-3 years കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് കയറിയ സ്കൂളാണ്. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടാണ് ഇത്ര എത്തുന്നത്. ഇതിന്റെ ഇടയിൽ മാനേജ്മെന്റ് മാറിയ സമയത്ത് എല്ലാം തലക്കീഴായിപ്പോയി. നമ്മൾ എന്ത് കണ്ടിട്ടാണോ ആ സ്കൂളിൽ കയറിയത്. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് 2 കാര്യം പറഞ്ഞത്. ഒന്ന്, എല്ലാ വർഷവും 100 റിയാലാണ് ടീച്ചേഴ്സിന് ഇൻക്രിമെന്റ് കൊടുക്കുക. അപ്പൊ അവര് പറഞ്ഞു, സ്കൂളിന് ഇപ്പൊ 100 റിയാൽ ഇൻക്രിമെന്റ് തരാൻ പറ്റില്ല, ടീച്ചേഴ്സിനൊക്കെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു.
അല്ലെ? അത് പറഞ്ഞ് അടുത്തത് അവർ പറയുന്നത് എന്താണെന്നറിയോ? ടീച്ചേഴ്സിന്റെ ടൈമിങ് കൂട്ടി. അപ്പൊ എനിക്ക് കൂടുതൽ ഒന്നും കൂടി ഡീമോട്ടിവേഷൻ ആയി. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത്? പക്ഷെ ജോബ് വിട്ടാൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? സൗദി അറേബ്യ പോലുള്ള ഒരു നാട്ടിലല്ലേ? അങ്ങനെ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്ന സമയത്ത് അവരുടെ അടുത്തൊക്കെ ഈ ഒരു നെഗറ്റീവാണ്. ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വെറും നെഗറ്റീവ് എനർജി. അപ്പൊ എൻ്റെ അടുത്ത ചില ഫ്രണ്ട്സ് അവർ പറയും നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ലീവ് ചെയ്യാണ്. അങ്ങനെ പോകുമ്പോഴാണ് 2024 ഓഗസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, പോണോ പോണ്ടേ എന്നുള്ളത്. എൻ്റെ സബ്ജക്റ്റിൽ എനിക്ക് വേക്കൻസി കിട്ടാനും ഇല്ല. അങ്ങനെ ഫസ്റ്റ് 2024-25 ലാസ്റ്റ് ഇയറിൽ അക്കാദമിക് ഇയറിൽ ഫസ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല, നേരെ സ്കൂളിലേക്ക് പോകാണ്. അപ്പോൾ ആ സമയത്ത് വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഹസ്ബൻഡ് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടും സേവിങ്സ് ഒന്നും അധികമില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ലെവി ഉണ്ട്, മക്കളുടെ ഫീ, നമുക്ക് ഫ്ലാറ്റിന്റെ റെന്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം. നമ്മൾ എന്തിനാ വെറുതെ പണിയെടുക്കുന്ന, ഒന്നും കയ്യിൽ സേവിങ്ങും ഇല്ല. പിന്നെ ഹസ്ബൻഡ് പറയുന്നത് എനി ടൈം ജോബ് പോകുന്ന പോലെയാണ്. ഇവിടെ അറിയാലോ സൗദിയൈസേഷൻ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ടാണ് കയറി ചെല്ലുന്നത് കേട്ടോ. സ്കൂളിൽ പോകുന്നത് ജോയിൻ ചെയ്ത് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നില്ല. ഇതേ കാര്യം തന്നെയല്ലേ, സെയിം സ്കൂളും ആണ്, സാലറി കൂടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. യു ആർ ദ ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയി, ഇതാണ് പ്രിൻസിപ്പളിന് പറയാനുള്ളത്. അവരല്ല സാലറി തരുന്നത്, ഓണർ അല്ല തരുന്നത്. അതുപോലെ ഓണറുടെ മോഡും ഇതൊക്കെ മാനേജ്മെന്റും മാറി ആ പ്രൊഫഷണലിസം പോയിരിക്കുക. എന്തോ പോലെ വെറും ക്യാഷിന് പോയിട്ട് ജോയിൻ ചെയ്ത ഞാൻ, അല്ലാതെ എനിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു അവിടെ ജോയിൻ ചെയ്യാം. വേറെ സ്കൂളിൽ കിട്ടാനുമില്ല, വല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ എങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, കൊറോണ സമയത്ത് ഞാൻ ട്യൂഷൻ തുടങ്ങിയിരുന്നു. അപ്പൊ ഞാൻ എന്നാൽ ട്യൂഷനിലേക്ക് മാറിയാലോ, എന്നിട്ട് എനിക്ക് ഈ സാലറി ഇല്ലെങ്കിലും അതിന്റെ അടുത്ത് ക്യാഷ് ആണെങ്കിലും ഇത് അങ്ങ് വിട്ടുക, മടുത്തായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ അക്കൗണ്ടിങ് ആണ് പഠിപ്പിച്ചിരുന്നത്. 9 to 12 അക്കൗണ്ടിങ്ങും കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ബ്രിട്ടീഷിൽ പറയാം ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അതിന്റെ ഡെപ്യൂട്ടി കോർഡിനേറ്ററും ആയിരുന്നു. അപ്പൊ ഈ സമയത്ത് അക്കൗണ്ടിങ്ങില് കുറച്ച് കുട്ടികളെ കൊമേഴ്സ് ഉണ്ടാവുക, അക്കൗണ്ടിങ്ങില് 11 and 12 സ്റ്റുഡൻസ് ഇല്ല. ഒരു കുട്ടിക്ക് രണ്ട് കുട്ടിക്ക് ക്ലാസ് കൊടുത്താൽ അവർക്ക് മുതലാവില്ല. അപ്പൊ എന്ത് ചെയ്തു, കുട്ടികളില്ല. പിന്നെ ബിസിനസ്സും ഇക്കണോമിക്സും മാത്രമാണ്. ഇക്കണോമിക്സ് ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ടീച്ചർ, അവരാണ് എടുക്കുന്നത്. പിന്നെ ബിസിനസ് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. അപ്പൊ അക്കൗണ്ട്സ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എ ലെവൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു IG എന്ന് പറയുമ്പോൾ 9 and 10 ആണ്. അപ്പോൾ അവരെടുത്ത് നമ്മൾ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയിട്ട് പ്രിൻസിപ്പൾ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അവര് എക്കണോമിക്സിന്റെ ടീച്ചറുമാണ്, ഞാൻ അക്കൗണ്ടിങ്ങിന്റെ ടീച്ചറുമാണ്, ബിസിനസ് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് തന്നാൽ എനിക്ക് എ ലെവൽ ബിസിനസ്സും കിട്ടിയാൽ ഓക്കെ ആയി അല്ലെ, അവർക്ക് IG-യും എക്കണോമിക്സ് എ ലെവലും കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് എക്കണോമിക്സ് ഈ സ്കൂളിൽ IG-യിൽ ഇതൊക്കെ കൊടുത്തിരുന്നു, പ്രീവിയസ് സ്കൂളിലും എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്നു. ഇവിടെ എക്കണോമിക്സ് എല്ലാം കൂടെ ഒരു ടീച്ചർക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബിസിനസ്സും അക്കൗണ്ട്സും പഠിപ്പിക്കാന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ നല്ല ഭയങ്കര സപ്പോർട്ടിങ് ആണ്. പ്രിൻസിപ്പൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാകും അല്ലെ, മാനേജ്മെന്റും മാറുമ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവരൊക്കെ അതൊക്കെ പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ വന്നു. ഞാൻ എ ലെവൽ 11 and 12 ബിസിനസ്, 9 and 10 അക്കൗണ്ടിങ്, പിന്നെ ഡെപ്യൂട്ടി കോർഡിനേറ്റർ, ഇത്ര ഓക്കെ മറ്റേ ടീച്ചർക്കും കൊടുത്തു. ഇത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ എൻ്റെ ടൈം ടേബിൾ വരുന്ന സമയത്ത് എനിക്ക് എ ലെവലില്ല. 9 and 10 അക്കൗണ്ടിങ്ങും 9 and 10 എക്കണോമിക്സിൽ ഒരു ക്ലാസ്സും 9 and 10 ബിസിനസ്സും ഡെപ്യൂട്ടി കോർഡിനേറ്ററും. അതെന്നെ ഒന്നും കൂടി ഡീമോട്ടിവേറ്റഡ് ആക്കി. അതിന് ഞാൻ അവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു റീസൺ നോക്കി നിൽക്കുകയാണ് ഇറങ്ങിപ്പോരാന്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് നേരെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനിവിടെ നിൽക്കേണ്ട കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, എനിക്ക് താല്പര്യമില്ല. അപ്പൊ പറഞ്ഞു ഓക്കെ വെയിറ്റ്, ഞാനൊന്നും കൂടെ സംസാരിക്കട്ടെ, കാരണം അവരല്ല തീരുമാനിക്കുക, മറ്റുള്ള ബോർഡാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവര് പോയിട്ട് സംസാരിച്ചിട്ട് അവര് പറഞ്ഞു, അല്ല മറ്റേ ടീച്ചർ മുമ്പ് ബിസിനസ് പഠിപ്പിച്ചതല്ല, അവരൊട്ടും ഫെയർ ആയിരുന്നില്ല നമ്മളടുത്ത്. അങ്ങനെ പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, പിന്നെ അവരത് മാറ്റി എനിക്ക് ബിസിനസ് തന്നു. അതെനിക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ. ആദ്യം മുമ്പ് അവരവിടെയുള്ള ടീച്ചേഴ്സിനോട് ഭയങ്കര ഫെയർ ആയിരുന്നു, ഇപ്പൊ അവർ പൊളിറ്റിക്സിന്റെ ഒരു ഇതിലേക്ക് പോകുന്നത് പോലെ തോന്നി.
അതും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സ്കൂളിൽ നിൽക്കണേ? ഇങ്ങനെ പിന്നെ അവരെനിക്ക് ഷെഡ്യൂൾ തന്നാലും അടുത്തത് ആദ്യം തന്നെ ഇഷ്ടമല്ലാത്തൊരു പ്ലേസും വീണ്ടും ഇങ്ങനത്തെ ഒരു റീസണും വന്നിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ 2021 ഒരു ചെറിയൊരു കാരണത്തിന് ഞാനിന്ന് റെസിഗ്നേഷൻ കൊടുത്തതായിരുന്നു. ഞാൻ പോവാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് പെട്ടെന്ന് റെസിഗ്നേഷൻ കൊടുക്കാൻ തോന്നൂല്ലേ? ആ സമയത്ത് എന്നെ ഓണർ വിളിച്ചിട്ട്, നിങ്ങൾ ആരും ഒരു സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണെങ്കിലും എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, അപ്പൊ ആ മാനേജ്മെന്റ് പറയും നിങ്ങളാണ് അവിടുത്തെ ഏറ്റവും നല്ല എംപ്ലോയി. എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ട്? ഒന്ന് കമന്റ് ബോക്സിൽ തന്നോളൂ കേട്ടോ. നമ്മൾ അത്ര നല്ലതാവണമെന്നൊന്നുമില്ല. അവർ പറയും നിങ്ങൾ സ്കൂള് നിങ്ങളെപ്പോലുള്ള സ്റ്റാഫിനെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയൊക്കെ ചെയർമാൻ്റെ അടുത്തൊന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് റെസിഗ്നേഷൻ വിഡ്രോ ചെയ്തതാണ്. 2021 അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ. പെട്ടെന്ന് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു, എനിക്ക് പറ്റില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന സ്കൂളിലാണ് അവരിങ്ങനെ ചെയ്തത്. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു, അവരെന്റെ ഷെഡ്യൂളൊക്കെ മാറ്റി. ഇതെനിക്ക് ഭയങ്കരതായി. ഞാൻ വരുമ്പോൾ വീണ്ടും ആലോചിക്കുകയാണ്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സീറോ സാലറിയാണ്. സീറോ സാലറി ആകുമ്പോൾ ഞാൻ എങ്ങനെ സൗദി അറേബ്യ പോലുള്ള ഒരു നാട്ടിൽ വർക്ക് ചെയ്യല്ല, സോറി, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എക്സ്പെൻസ്, മക്കളുടെ സ്കൂൾ ഫീ എല്ലാം കൂടെ നടക്കൂല. പിന്നെ ട്യൂഷൻ നമ്മൾ വിചാരിച്ച പോലെ കുറച്ചായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ കുറച്ച് കുട്ടികൾക്ക് അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോവാന്ന് വിചാരിച്ചു. ഡെയിലി മോർണിംഗ് പോകുമ്പോൾ ഹസ്ബൻഡിനോട് പറയും എനിക്ക് മടുത്ത് മടുത്ത് എന്ന് പറഞ്ഞിട്ടാ പോവാട്ടോ. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു പറ്റില്ലെങ്കിൽ നീ അങ്ങ് നിർത്തിയേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 25th 26th സ്റ്റുഡൻസ് വരുന്നത്. ഇത് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് 13 എനിക്ക് എൻ്റെ PhD കാര്യത്തിന് വേണ്ടി എനിക്ക് എൻ്റെ DC മീറ്റിംഗ് ഉണ്ട്. അതിന് എനിക്ക് ട്രാവൽ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ഡൽഹിയിലേക്ക് ഞാൻ പോകുന്നത് 10 ഡേയ്സിനാണ്, സെപ്റ്റംബർ 13 മുതൽ സെപ്റ്റംബർ 23 വരെ. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് എന്താ, ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴാണ് നാട്ടിൽ നിന്ന് ഓഗസ്റ്റിലാണല്ലോ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വരുന്നത്. ഓരോ അക്കാദമിക് ഇയറിലും ഓഗസ്റ്റിലേക്കാണ് നമ്മൾ സമ്മർ വെക്കേഷന് നാട്ടിൽ പോകുന്നു, അത് കഴിഞ്ഞ് വരുന്നത്. അങ്ങനെ ഓഗസ്റ്റിൽ വരുന്ന സമയത്ത് ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉംറയ്ക്ക് ഉമ്മയ്ക്ക് വരണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഉമ്മനെ കൊണ്ടുവരാനുള്ള ഒരു എക്സ്പെൻസും കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു, ഇപ്പൊ ഞാൻ ജോബ് റിസൈൻ ചെയ്താൽ എനിക്ക് സീറോ സാലറി ആയിരിക്കും. അപ്പോ ഒന്നും നോക്കണ്ട, ഈ ഒരു സാലറി വേണം, എന്നിട്ടൊരു അക്കാദമി പോലെ എന്തെങ്കിലും ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ഈ അക്കാദമി ആയിട്ട് മുന്നോട്ട് പോവുക, ഉമ്മനെ കൊണ്ടുവരും വേണം, എനിക്ക് സാലറി അത്യാവശ്യമാണ്. എന്നിട്ട് അക്കാദമിയിൽ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഗുഡ് ബൈ പറയാം. മടുത്തെനിക്ക്. നമുക്ക് മടുത്ത് കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോലും നമുക്ക് തോന്നൂല. കാരണം ക്ലാസ്സിൽ പോയാൽ നമ്മൾ എത്ര നല്ല ടീച്ചറാണെങ്കിലും നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റൂല. ഞാൻ അങ്ങനെയായിരുന്നു അവിടെ, എനിക്ക് അങ്ങനെ ഒരു ഫീലാ വന്നത്. അങ്ങനെ 13th ഞാൻ എന്താ ഡൽഹിയിലേക്ക് DC മീറ്റിങ്ങിന് പോവാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറെ സ്കോളേഴ്സ് അവരും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 28 ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പോയി യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഹോട്ടൽ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ലോബിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. നല്ലൊരു, എനിക്ക് ഇഷ്ടമായിരുന്നു. കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, എല്ലാവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് തരാം. ആ സമയത്താണ് ധന്യ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ കേട്ടോ, ആള് തിരുവനന്തപുരത്തുള്ളതാണ്. ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു മുനീർ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പിന്നെ MCom MBA ഒക്കെ കഴിഞ്ഞു ജിദ്ദയിലൊരു നല്ലൊരു സ്റ്റോപ്പ് 10 സ്കൂളാണ്, നല്ല സ്കൂളാണ്, ബ്രിട്ടീഷ് സ്കൂളാണ്. ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് എത്തിപ്പിടിച്ചതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ടീച്ചിങ് മടുത്തു, ഞാൻ ടീച്ചറാകാൻ ആഗ്രഹിച്ച ഒരാളുമല്ല, ബട്ട് എൻ്റെ സബ്ജക്റ്റ് എല്ലാ സ്കൂളിലും ഇല്ല, സാലറി ഇല്ലാതെ എനിക്ക് നിൽക്കാനും പറ്റില്ല. അങ്ങനെ ഒരു മടുത്തൊരിതാണ്, കുട്ടികളുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യും. എന്താണ്, നമ്മൾ ശരിക്കും ഒരു ടീച്ചർ ആയിട്ടില്ലെങ്കിൽ അതുവരെ നമ്മൾ കൊടുന്ന ആ നെയിം പോയി കിട്ടും. ഇതൊക്കെ ഞാനിങ്ങനെ തന്നെ ടീച്ചറെ അടുത്ത് പറയണം. ആ സമയത്ത് കുറേ ടീച്ചേഴ്സ് ഉണ്ട്, IT ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, അവര് നാട്ടിലെ കേരള യൂണിവേഴ്സിറ്റിയിലും മറ്റു യൂണിവേഴ്സിറ്റിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ലെക്ചർമാരൊക്കെ ഉണ്ട്. അപ്പൊ ധന്യ ടീച്ചർ അവര് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. അവരിപ്പോ വർക്ക് ചെയ്യുന്നത് അവരുടെ സ്വന്തം ബിസിനസ്സാണ്, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ. ആള് BTech ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു BTech ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഇതായി. അപ്പൊ പറഞ്ഞു, അപ്പൊ ആളെന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഫസ്റ്റ് നമ്മൾ റിസ്ക് എടുത്ത് കയറുകയാണ്, എന്നാലും പേഴ്സണൽ ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നമുക്ക് കിട്ടും. ഇതെനിക്ക് ഭയങ്കര ഒരു, നമ്മളറിയില്ല, ഒരു ബൾബോൺ മൊമെന്റ്.
ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. M.Com ഉണ്ട്, MBA ഉണ്ട്, ഒരുപാട് ആഡ് ഓൺ കോഴ്സസ് എടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് എനിക്ക് റിസ്ക് എടുത്തു? അപ്പൊ നമ്മള് ഇത് തന്നെ കേൾക്കുന്ന എന്റെ ടീച്ചേഴ്സിനോട്, നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇഷ്ടമില്ലാത്ത പണി എടുത്തോണ്ട് നടക്കുന്നുണ്ടാവും നിങ്ങളില്ലേ. പിന്നെ നമ്മൾ എന്താ, ചിലപ്പോൾ സാലറിക്ക് വേണ്ടി മാത്രം പോവുക, ചിലപ്പോൾ നമുക്ക് ഈ ജോബില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. പക്ഷെ ഈ ഒരു ധന്യ ടീച്ചറുടെ കാര്യം എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അപ്പൊ ആള് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഞാനൊരു അക്കൗണ്ടിങ് ടീച്ചറാണ്, MBA കഴിഞ്ഞതാണ്, M.Com കഴിഞ്ഞതാണ്. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു. അന്ന് ആ ഒരു ലോബി എന്നുള്ള ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ പോവാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്തറിയോ? ഒരു പിന്നെ എൻ്റെ ഒരു ഡയറി എടുത്തിട്ട് അതിനകത്ത് ഞാൻ എഴുതി, ഉമ്മനെ ഉമ്രക്ക് കൊണ്ടുവരണം. അതിനിപ്പോ എനിക്കിപ്പോ സ്കൂളിൽ ഇപ്പൊ ഞാൻ ചെന്നിട്ടും പിന്നെ ഒരു 1 മന്ത് കൂടെ നിന്നാൽ എനിക്ക് എന്റെ സാലറി കിട്ടും. പിന്നെ അപ്പൊ അത് ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് എനിക്കൊരു അക്കാദമി സെറ്റ് ആക്കണം. ഈ അക്കാദമി സെറ്റ് ആക്കിയിട്ട് കുട്ടികളെ കിട്ടലും, എനിക്ക് നല്ലൊരു അക്കൗണ്ടിങ് ടീച്ചർ എന്നുള്ളത് നമ്മൾ ട്യൂഷനൊക്കെ എടുത്തിട്ട് കുറച്ച് പാരന്റ്സിന് നമ്മൾ അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇന്ത്യൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ഒരു 10 കുട്ടികളെ കിട്ടിയ 2000 റിയാൽ എന്റെ സാലറിന്റെ പകുതി പോലും വരുന്നില്ല. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ, എന്താ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മതി, പിടിച്ചു നിൽക്കാനൊരു 2000 ഇതൊക്കെ മതി. പിന്നെ ഞാനൊരു എന്താ പാകിസ്ഥാനി കുട്ടി ഇമാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡന്റ് ഉണ്ട്. ആ കുട്ടി സ്കൂൾ നിർത്തിയിട്ട് ആ കുട്ടിക്ക് ഞാൻ ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫീ കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ച് തട്ടി മുട്ടി അങ്ങോട്ട് പോവാം. റിസ്ക് എടുക്കാതെ എങ്ങനെ സക്സസ് ആവുക എന്നുള്ളതാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ, ടീച്ചേഴ്സ് നിങ്ങൾ എങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്തോളണം കേട്ടോ. ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സാലറി എഴുതി. ഈ സ്കൂളിൽ പോകുമ്പോൾ അഡ്വാൻറ്റേജും ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി. അവിടുത്തെ ഇപ്പൊ നടക്കുന്ന മാനേജ്മെന്റിന്റെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല. ടീച്ചേഴ്സിനോടുള്ള റെസ്പെക്ട് കുറഞ്ഞു, പൊളിറ്റിക്സ് അത്രയും വേസ്റ്റ് കണ്ടീഷനിലേക്ക് പോവാന്ന്. പിന്നെ നമ്മളൊരു സാലറി മാത്രം നോക്കി നിൽക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളത് ബാധിക്കും. അപ്പോ ഇത് നോക്കിയിട്ട് ഞാൻ പിന്നെ വിചാരിച്ച എന്താ വെച്ചാൽ, വേറെ എന്ത് സ്കില്ല് എനിക്കുണ്ട്. ഞാൻ ആ സ്കില്ലുകളും ഒന്നിങ്ങനെ എഴുതി. എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ ജോബ് ഞാൻ വിട്ടാല് ഒരു പക്ഷേ എനിക്ക് ബിസിനസ്സോ അക്കൗണ്ടിങ്ങോ എക്കണോമിക്സോ പെട്ടെന്ന് കിട്ടില്ലായിരിക്കാം, സമയമെടുക്കും. എനിക്ക് മാത്ത് ടീച്ചർ ആവാൻ പറ്റും, കമ്പ്യൂട്ടർ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. കാരണം കമ്പ്യൂട്ടർ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, മാത്തും എനിക്ക് ഒരു IG ലെവൽ വരെ മാത്തും പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഞാനും എന്താ അപ്ലൈഡ് സൈക്കോളജി ചെയ്തതാണ്. സൈക്കോളജി എനിക്കൊരു IG ലെവല്, അത് കഴിഞ്ഞൊരു A ലെവലിലും പഠിപ്പിക്കാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആവണം. സോ ഞാൻ കരുതി, ഒന്നും പറ്റുന്നില്ലെങ്കിൽ കമ്പ്യൂട്ടർ ടീച്ചറോ മാത്ത് ടീച്ചറോ ആയിട്ട് ഒരു അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളിലേക്കൊക്കെ നോക്കാം, ഒന്നുമില്ലെങ്കിൽ നാട്ടിൽ അങ്ങോട്ട് പോവാം, എന്നാലും എനിക്ക് മതി എന്നുള്ള തീരുമാനിച്ചു. ഹസ്ബൻഡും മക്കളൊക്കെ ഇവിടെ ജിദ്ദയിലാണ്, ഞാനിത് ഡൽഹിയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നല്ല സാലറി ഒക്കെയാണ്, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോബ് എന്തിനു കൊണ്ടുവന്നല്ലേ. അങ്ങനെ ഞാൻ അത് തീരുമാനിച്ചു. പിന്നെ എനിക്ക് പെട്ടെന്ന് ജിദ്ദയ്ക്ക് എത്തണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പോകുന്നു, മറ്റ് യൂണിവേഴ്സിറ്റി പ്രോസസ് ഒക്കെ തീർത്തിട്ട് ഞാൻ ഫ്രണ്ട്സിനോടോ ഹസ്ബൻഡിനോടോ ഒന്നും പറഞ്ഞില്ല. കാരണം ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ആള് പറയും എന്തായിരിക്കും, പിന്നെ നിനക്ക് എന്താ പറയാ ഒരു വേറെ ജോബ് നോക്കിയിട്ട് വിട്ടോ. ഫ്രണ്ട്സ് ഒക്കെ അതന്നെ പറയാം. ചിലത് നമ്മള് അവരുടെ ഒരു തീരുമാനം കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിനാ വെറുതെ വേസ്റ്റ് ചെയ്യണത്, ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ സെപ്റ്റംബർ 23 ഞാൻ തിരിച്ചു പോരുകയാണ്, ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. പോരുന്ന സമയത്ത് ഞാൻ, നിങ്ങൾക്കൊക്കെ അറിയാം ഫ്ലൈറ്റിൽ കയറിയ ഭയങ്കര ബോറിംഗ് ആ. ഫ്ലൈറ്റിൽ ഇരുന്ന് നമുക്കറിയാം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ രസമാണ്, 5-6 മണിക്കൂർ അതിൽ ഇരിക്കുന്നത് അല്ലേ. എനിക്കാണെങ്കിൽ നമുക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല, കാരണം എൻ്റെ മൈൻഡ് ഫുള്ള്, ഞാൻ ആകെ ടെൻഷനിലാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടായിട്ട്. ഞാൻ എന്താ ചെയ്തെന്നറിയോ? ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ട് എയർപോർട്ടിലും നിന്നിട്ടും ഇതാണെന്നോ ആലോചിക്കുന്നത്, ഫ്ലൈറ്റിൽ ഇരുന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനിവിടെ വന്ന് ഇറങ്ങുന്നത് 2024 സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23 എന്ന് പറഞ്ഞാൽ സൗദിയിൽ നാഷണൽ ഡേ ആണ്. അന്ന് നമുക്ക് സ്കൂളില്ല. നാഷണൽ ഡേ ആകുമ്പോൾ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ പോലെ ഇവരുടെ നാഷണൽ ഡേ ആണ്.
ഞാന് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്താ പറയാന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ തീരുമാനിച്ചു വേണ്ട. ഞാനിതിന്റെ മുമ്പ് വർക്ക് ചെയ്ത സ്കൂളിലും എനിക്ക് നല്ല സാലറി ഉണ്ടായിരുന്നു. ഈ ജോബ് കിട്ടുന്നതിന്റെ മുന്നേ റിസൈൻ ചെയ്ത് ഇറങ്ങിയിട്ടാണ് എനിക്ക് ജോബ് കിട്ടിയത്. ഈ സ്കൂളിലൊക്കെ ഞാൻ കൊമേഴ്സ് പഠിപ്പിച്ചു. പിന്നെ CBSE സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഞാന് എന്തായി, പിന്നെ ബ്രിട്ടീഷിൽ 1-ാം ക്ലാസ്സിന് തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഒരു ഡെപ്യൂട്ടി കോർഡിനേറ്റർ വരെ ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പ് സ്കൂളിൽ എത്തി നിൽക്കുന്നത്. അച്ചീവ്മെന്റ് അവാർഡ്, വേൾഡ് അച്ചീവ്മെന്റ് കൊണ്ടുവരാൻ പറ്റി. ആ ഒരു കൺഫ്യൂഷൻ ടീച്ചേഴ്സ് എനിക്ക് എങ്ങനെ നിങ്ങളടുത്ത് പറയാന്നറിയില്ല കേട്ടോ. അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് അത് അറിയുന്നത്. കാരണം അത്രയും ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഉമ്മ വരാനും നിൽക്കുന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ സെപ്റ്റംബർ 23 ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് ഹസ്ബൻഡും മക്കളൊക്കെ എയർപോർട്ടിൽ വന്ന് ഹസ്ബൻഡ് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, DC മീറ്റിംഗ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യുന്ന ഇതാകുമ്പോ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ സ്കൂളിൽ പോണല്ലോ. അപ്പൊ ഹസ്ബൻഡ് തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ, എനിക്കിപ്പോ ഇനി ആ സ്കൂളിലേക്ക് പോകണമെന്നൊരു ഇതുമില്ല. ഹസ്ബൻഡ് പറഞ്ഞു നീ ആലോചിച്ച് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ പോണ്ട. ഓക്കെ. അപ്പോ എൻ്റെ മോള് പറയുന്നുണ്ടായിരുന്നു മമ്മ ഇനി ബ്രിട്ടീഷിൽ പോകുന്നില്ലെങ്കിൽ മമ്മ ഇനി അമേരിക്കൻ സ്കൂളിൽ പോയിക്കോ. മോള് വെറുതെ കേട്ടോ കാഷ്വൽ ആയിട്ട് പറഞ്ഞു മമ്മ ഇനി ബ്രിട്ടീഷില്ലെങ്കിൽ അമേരിക്കനിൽ നോക്കിക്കോ. മോൾ അങ്ങനെ പറയുന്നത്. മോൻ പറയുന്നത് എന്താ അറിയോ, മമ്മ സ്കൂളിൽ പോകുന്ന സമയത്ത്, കാരണം ഞാൻ ഇവിടുന്ന് 6:45 സ്കൂളിലേക്ക് പോകും. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് വരുന്ന സമയം കേട്ടോ. അപ്പോ മോൻ എന്താന്ന് വെച്ചാല് ഞാൻ പോയിട്ട് അവന്റെ സ്കൂൾ ബസ് വരുന്നത് 8:30 9 o'clock അവര് ഇന്ത്യൻ സ്കൂൾ ബോയ്സ് സെക്ഷന് 9-9:30 സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മോൻ ഒറ്റയ്ക്കാണ് ആ സമയത്ത്. അപ്പൊ അവൻ പറഞ്ഞു മമ്മ ഐ ആം സോ ഹാപ്പി. മമ്മ ഒരു കാര്യം ചെയ്തോ, മമ്മ എൻ്റെ സ്കൂളിലോ അല്ലെങ്കിൽ ആ സമയത്ത് തുടങ്ങുന്ന സ്കൂളിൽ പോയിക്കോ, മോനും ഹാപ്പി. ഹസ്ബൻഡ് കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല, നിനക്ക് വേണ്ടെങ്കിൽ പോണ്ട. ആള് വിചാരിക്കുന്നത് വെറുതെ പറയാന്നാണ്. ഇത് കഴിഞ്ഞ് സെപ്റ്റംബർ 24. അപ്പോൾ 24 സ്കൂളിൽ പോകണം. മോർണിംഗിൽ ഞാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു ഞാൻ തീരുമാനിച്ചു റെസിഗ്നേഷൻ കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട്, പിന്നെ ട്യൂഷൻ എടുക്കുക, അക്കാദമി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും സക്സസ് ആവില്ല. ബട്ട് ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്കൊരു വാശി ഉണ്ടാകുള്ളൂ. നമുക്കൊരു വാശി വേണമെങ്കിൽ നമ്മൾ രണ്ടിലും പിന്നെ സ്കൂളും ഇതുമായിട്ട് കിട്ടൂല, ഒന്നിലും മാത്രം എനിക്ക് ഫോക്കസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു വാശി വേണമല്ലോ, സോ ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് ഇനി ജോബിന് പോകണം എന്നുള്ളതാണെങ്കിൽ നീ മാറി ഒരു ജോബ് കണ്ടെത്തിയിട്ട് ഇറങ്ങിയാൽ പോരെ, അതില്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. ഹസ്ബൻഡ് വലിയ സ്ട്രിക്റ്റ് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ആ ഒരു അറിയാലോ ടീച്ചേഴ്സിന് അത്രയും ആഗ്രഹിച്ച് കിട്ടിയ ജോലിയും കാര്യമൊക്കെയാണ്. ഞാന് 2024 സെപ്റ്റംബർ 24 നേരെ സ്കൂളിൽ പോകുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രിൻസിപ്പളും പിന്നെ ഹെഡ് മിസ്ട്രസും മറ്റുള്ള അക്കാദമിക് ഡയറക്ടർമാരൊക്കെ ഇരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ മിഡിൽ സ്കൂള്, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ സീനിയർ സെക്ഷൻ. അപ്പോ ഞാന് എന്താ പറയാ പോകുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റാഫ് റൂമിൽ പോവാതെ നേരെ പ്രിൻസിപ്പൾ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഐ ഡിസൈഡഡ് ടു റിസൈൻ. ഓക്കെ, ഞാൻ ഇന്ന് റെസിഗ്നേഷൻ ലെറ്റർ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ വാട്ട് ഹാപ്പൻഡ്? എന്നിട്ട് ആൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മുനീറയ്ക്ക് എന്തോ ഫാമിലി ഇഷ്യൂ ഉണ്ട് തോന്നുന്നു, ഭയങ്കര ടെൻഷൻ കാണുന്നുണ്ട്, പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത്, അങ്ങനെ ചെയ്യല്ലേ, എന്താ പറ്റിയത് എന്നൊക്കെ ഉള്ളതാണ് ആള് ചോദിക്കുന്നത്. ഞാൻ തീരുമാനിച്ചതുമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അല്ല, ഇത് ഞാൻ ഫൈനൽ ഡിസിഷൻ എടുത്തതാന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആളടുത്ത് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കാൻ പോകും. എന്നെ ഇങ്ങനെ നോക്കി എന്തോന്നായി പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ലാപ്ടോപ്പ് എടുത്തിട്ട് ഞങ്ങൾക്ക് റിസോഴ്സ് റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ പറയില്ല വീണ്ടും നല്ല സാലറി ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയി ആണല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എനിക്ക് ഏകദേശം 2 ലാഖിന്റെ അടുത്തൊക്കെ സാലറി ഉണ്ട് കേട്ടോ. ബ്രിട്ടീഷ് സ്കൂളിൽ ഇത്രയും കാലം വർക്ക് ചെയ്തല്ലോ, 2 ലാഖ് ഇല്ല അതിൻ്റെ അടുത്ത്. നമ്മൾ പറയില്ല അല്ലല്ല എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് അറിയാലോ നമുക്ക് റൈറ്റ് ഒരു ചെയ്യുന്ന സമയത്ത് ഓണർക്ക് എല്ലാവർക്കും CC വെക്കേണ്ടതാണ്. ഹസ്ബൻഡിനും അറിയില്ല ഞാൻ എങ്ങനെ റെസിഗ്നേഷൻ കൊടുക്കുന്നത്. ഞാൻ ആ റിസോഴ്സ് റൂമിൽ ഇരുന്നിട്ട് ഇത് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ താഴെ പറഞ്ഞിട്ടുള്ള ഹെഡ് മിസ്ട്രസ് നമുക്ക്
പ്രിൻസിപ്പൾ സൗദി ആയിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ലെബനോനാണ്. ആൾക്ക് എന്താ ആൾക്കാണ് ഇമെയിൽ വിടുന്നത്. CC നമ്മുടെ ചെയർമാനും സൂപ്പർവൈസർക്കും വെച്ചോന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ വെച്ചിട്ട് ഞാൻ CC ഇത് വെച്ചിട്ട് ഇത് സെക്കൻഡ് റെസിഗ്നേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ 2021 ഞാൻ ഇതുപോലെ എൻ്റെ ഒരു അവിടെ ചെറിയൊരു ഇഷ്യൂവിൽ ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ട് ചെയർമാൻ എന്നെ വിളിച്ചിട്ട് വിഡ്രോ ചെയ്യാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ തീരുമാനിച്ചു ചെയർമാൻ അല്ല ആര് വിളിച്ചാലും, കാരണം ഏതൊരു എംപ്ലോയർക്കും ടീച്ചേഴ്സ് ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ, ഏതൊരു എംപ്ലോയർക്കും അവർക്ക് അവരുടെ സ്കൂളും അവരുടെ കാര്യമാണ്. നല്ലൊരു എംപ്ലോയിനെ കിട്ടിയാലും നമ്മൾ എന്തായാലും അവരൊരു പക്ഷെ നമ്മൾ എന്താ പറയാ റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് വിചാരിച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവിടെ നിൽക്കരുത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനി ചെയർമാൻ അല്ല ആര് വിളിച്ചാലും ഞാൻ പോവില്ല. ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷെ എനിക്ക് ആ ഒരു ടെൻഷൻ വല്ലാതെ ഉണ്ട് കേട്ടോ, കാരണം അത്രയും നമ്മൾ കിട്ടിയൊരു ജോബിൽ നിന്നാണല്ലോ ഇറങ്ങുന്നത്. അതങ്ങനെ ഇപ്പോഴും ഫീൽ ചെയ്യാണ് ആ സംഭവം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് പറഞ്ഞു, ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ വന്നിട്ട് തുറന്നു പറഞ്ഞു. ചിലരൊക്കെ ഉണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ, അവരിങ്ങനെ ഒളിപ്പിച്ചൊക്കെ വെക്കും. നമുക്ക് നമ്മുടെ സ്കൂളിൽ 1 month നോട്ടീസ് പീരീഡ് കൊടുക്കണം. അപ്പൊ ഞാൻ എൻ്റെ റെസിഗ്നേഷനിൽ എഴുതിയത് ഇന്ന് മുതൽ പിന്നെ 1 monthലേക്ക്, കാരണം പിന്നെ 24th അപ്പൊ ഞാൻ പിന്നെ October 23rd എൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കും. സോ കൈൻഡ്ലി ആക്സെപ്റ്റ് മൈ റെസിഗ്നേഷൻ ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് അവർക്കൊരു റീസൺ വെക്കണം. റീസൺ ഞാൻ കാര്യമായിട്ട് അതിൽ എഴുതിയില്ല, എൻ്റെ അക്കാദമിക് എഴുതിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഞാൻ പ്രിൻസിപ്പളോട് ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ അക്കാദമിക് PhD-യിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ അവർ നമ്മളെ വിടൂല. ഞാൻ ഈ റീസൺ പറഞ്ഞാൽ അവർ എന്താ പ്രശ്നം, അത് നിങ്ങൾ ഏത് ടീച്ചേഴ്സാണ്, നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾ റെസിഗ്നേഷൻ കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ നല്ല ടീച്ചറാണ്, കുഴപ്പമില്ലെങ്കിൽ അവർ അത് സോൾവ് ചെയ്യാൻ നോക്കും. അവർക്ക് നിങ്ങളെ വേണമെങ്കിൽ, കാരണം നമ്മൾ നല്ല ടീച്ചറാണെന്ന് പ്രൂവ് ചെയ്തതാണ്. അപ്പൊ എന്താ ഞാന് പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയപ്പോ ആൾക്ക് ഭയങ്കര പ്രിൻസിപ്പൾ അല്ലെ ഹെഡ് മിസ്ട്രസ് ഈ ലെബനോന് നല്ല സപ്പോർട്ടാണ് കേട്ടോ, ഭയങ്കര നല്ലതായിരുന്നു, പറയാതെ വയ്യ. സൂപ്പർവൈസർ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഇത്രയും വർഷം വർക്ക് ചെയ്തല്ലേ. ഞാൻ ആളെടുത്ത് പോയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ചിലതിലൊക്കെ ആൾ ഹെൽപ്ലെസ് ആണ്, കാരണം ആളുടെ സ്കൂളല്ലല്ലോ. ഞാൻ ആളോട് തുറന്ന് കാര്യം പറഞ്ഞു. ഭയങ്കര ഒരു മദറിനെ പോലെ എന്നൊക്കെ നമുക്ക് പറയാം, ഭയങ്കര സപ്പോർട്ടിങ്, ആൾക്ക് നമ്മൾ അറിയാം. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ ആള് പറഞ്ഞു ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടീച്ചറെ വേണ്ടേന്ന് വെച്ചു. ഞാൻ പറഞ്ഞു നല്ലൊരു ടീച്ചറെ ഞാൻ കൊണ്ടുതരാം, പിന്നെ അതൊന്നും പ്രശ്നമല്ല, എൻ്റെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ അങ്ങനെ ഇട്ട് പോയില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു നീ 1 month ഇട്ട് പോകുന്നതിന്റെ മുന്നേ IGCSE കുട്ടികളുടെ കംപ്ലീറ്റ്, കാരണം ആ കുട്ടികൾ IG എന്ന് പറയുമ്പോൾ 9 and 10 ആണ്, 10 എന്നാണ് അവർ എക്സാം ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഹെഡ് മിസ്ട്രസ് എന്നോട് പറഞ്ഞു അവരുടെ പോർഷൻ നീ പെട്ടെന്ന് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യും, കാരണം ഒരു പുതിയ ടീച്ചർ വന്ന് കുട്ടികൾക്ക് അറിയില്ലേ, എത്ര നല്ല ടീച്ചറാണെങ്കിലും കുട്ടികൾക്ക് അത് അവരുടെ നിന്ന് മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കൂലേ, നമ്മളത് മാത്രം കേട്ടുപോയ കുട്ടികളാണ്. അതുപോലെ കഴിയുന്നതും A-levelന്റെയും പിന്നെ A-level പിന്നെ ഇല്ലല്ലോ, 10th മാത്രമേ ഉള്ളൂ, 11 and 12 ഇല്ല, അതൊന്ന് പിന്നെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ബിസിനസ് പിന്നെ ആളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും, അക്കൗണ്ട്സ് ഞാൻ മാത്രമേ ഉള്ളൂ വരുന്ന സ്കൂളിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യും, നമ്മളെല്ലാം ചെയ്തു കൊടുക്കുമല്ലോ അല്ലെ. പിന്നെ നമ്മൾ തന്നെ റിസൈൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു എന്താ കാരണം പെട്ടെന്ന്, പലരും പല ക്വസ്റ്റ്യൻസ്. എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ പോവാണ്, എനിക്ക് എൻ്റെ പഠിത്തത്തിൽ നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു ഡോക്ടറായിട്ടൊക്കെ തിരിച്ചു വരാമെന്നൊക്കെ. അല്ലാതെ നമ്മൾ പറഞ്ഞ അവിടെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ വീട് കൗൺസിൽ ചെയ്തിട്ട് അവരവിടെ നമ്മൾ ഇട്ടു, അതാണ് ഒരു ഇത്. ഏത് സ്കൂളും അങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ PhD പഠിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ഇത് കഴിഞ്ഞിട്ട് ടീച്ചറെ കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ജോബ് ഗ്രൂപ്പ് ഒക്കെ അല്ലേ, ഈ ജോബ് ഗ്രൂപ്പിൽ ഞാനിത് പറഞ്ഞിട്ടല്ല വേക്കൻസി കൊടുക്കുന്നത്. ഞാൻ ഡൽഹിയിൽ നിന്ന് ധന്യ ടീച്ചർ എടുത്ത് സംസാരിച്ചതിന്റെ നെക്സ്റ്റ് ഡേ ഞാനിത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാരണം ഫസ്റ്റ് ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മക്കൾക്ക് നല്ലൊരു ടീച്ചറെ കൊടുക്കണം. ആ കുട്ടികളുടെ ഫ്യൂച്ചർ അല്ല, അവർക്ക് അക്കൗണ്ട്സിന് ബിസിനസ്സും എക്കണോമിക്സ് ഏത് ടീച്ചർക്കും പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും, സബ്ജക്റ്റ് അറിയുന്നവർക്ക് അറിയാം. അപ്പൊ ഞാനിത് കൊടുക്കുന്ന സമയത്ത് PhD കഴിഞ്ഞവർ ആപ്ലിക്കേഷൻ തരുന്നുണ്ട്, വെറും MCOM കഴിഞ്ഞവരുണ്ട്, ഇവരൊക്കെ ഉണ്ട് ആപ്ലിക്കേഷൻ തരുന്നത്. അവർക്കൊക്കെ ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു എങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ നല്ല ടീച്ചറെ കൊടുന്നാക്കി തരാം, ഞാൻ അവരെ തന്നിട്ടേ ഞാൻ പോകും, അതായത് എനിക്ക് ജോബ് കിട്ടിയിട്ടോ വേറെ ജോബിനൊന്നും പോകുന്നതല്ല, നല്ല ടീച്ചർ വന്നിട്ടേ ഞാൻ പോകും. അങ്ങനെ ടീച്ചേഴ്സിനെ കൊടുത്തു. ഈ ടീച്ചർമാരെ കൊടുക്കുമ്പോൾ അവർ സെലക്ട് ചെയ്ത് MCOM കഴിഞ്ഞ ടീച്ചറെയാണ്.
PhD കഴിഞ്ഞവരെല്ലാം. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്താണ്, MCom കഴിഞ്ഞ ടീച്ചർ അതേ ഞാൻ പറഞ്ഞെടുത്ത് അതേ പാറ്റേണിൽ ഫോളോ ചെയ്തു. PhD ടീച്ചറിന് അത്ര പറ്റിയില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ ടീച്ചേഴ്സ് മനസ്സിലാക്കുക, ഇവിടെ PhDയും നിങ്ങൾ വൈസ് പ്രിൻസിപ്പളും അസിസ്റ്റന്റ് പ്രൊഫസറും ഒന്നും ആയിട്ട് കാര്യമില്ല. അവരുടെ മെത്തേഡ്, ആപ്ലിക്കേഷനും അനലൈസിങ് ലെവലൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകണമെന്നില്ല. മെജു സ്പാർക്കിന്റെ ട്രെയിനിങ് എടുക്കുന്നവർക്ക് അതറിയാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ടീച്ചേഴ്സിന്റെ ഡെമോ കഴിയുമ്പോൾ ഞാൻ നമ്മുടെ സ്കൂളില് കോർഡിനേറ്റർ ബോയ്സ് സെക്ഷനുമാണ്, പിന്നെ ഡെപ്യൂട്ടി ആണ് ഗേൾസ് സെക്ഷനിൽ ഉണ്ടാകുക. എല്ലാ സബ്ജക്റ്റിന്റെയും കോർഡിനേറ്റർ ബോയ്സ് സെക്ഷനായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കോർഡിനേറ്ററോട് പിന്നെ മെസ്സേജ് ചെയ്ത് ഞങ്ങൾക്കൊരു കോൺഫറൻസ് ഹാള്, അതായത് ഗേൾസ് സെക്ഷനും ബോയ്സ് സെക്ഷനും ഡിഫറെന്റ് ബിൽഡിങ്ങും ഡിഫറെന്റ് ലൊക്കേഷനും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ബോയ്സ് സെക്ഷനിലേക്കും പോകാൻ പറ്റില്ല, അവർക്ക് നമ്മുടെ ക്യാമ്പസിനകത്തേക്കും കയറാൻ പറ്റില്ല. സോ ഞങ്ങൾക്ക് ഇതിന്റെ മിഡിലായിട്ടൊരു കോൺഫറൻസ് റൂം ഉണ്ട്. നമ്മളും അവരും ആ റൂമിൽ പോയിട്ട് അവിടെയാണ് നമ്മൾ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, പാരലൽ ടീച്ചേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയാ കോർഡിനേറ്റർ മെസ്സേജ് ചെയ്ത ആൾ വന്നു. ആളും എൻ്റെ അടുത്ത് ചോദിച്ചു വാട്ട് ഹാപ്പൻഡ്, ഇങ്ങനെ ഒരു സഡൻ ഡിസിഷൻ എടുക്കാൻ. ഞാൻ ആളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ PhDയിൽ ഫോക്കസ് ചെയ്യണം. നമ്മൾ കുറേ കഥകൾ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് പാർട്ട് ടൈം ആയിട്ട്, ഞങ്ങളുടെ സ്കൂളിൽ പാർട്ട് ടൈം ഓപ്ഷൻ കൊടുക്കും. അപ്പൊ മുനീറക്ക് പാർട്ട് ടൈം ആയിട്ട് എന്തായാലും PhDയിലും ഫോക്കസ് ചെയ്യുക, പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ ഒരു 10 to 12 o'clock ഒക്കെ വന്നിട്ട് ചെയ്തുകൂടായിരുന്നു. ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ സ്കൂളിലാവുമ്പോൾ ഇവരെന്താ ചെയ്യുക, ഞങ്ങളുടെ സ്കൂള് എല്ലാ പണി ഇവരെടുപ്പിക്കും. ഇവർ ഇന്ത്യൻ മാനേജ്മെന്റിന്റെ ബ്രിട്ടീഷാണ്. അപ്പൊ എന്താ വെച്ചാൽ എല്ലാ പണി എടുപ്പിച്ചിട്ട് സാലറിയുടെ കാര്യത്തിൽ പാർട്ട് ടൈം ആയിരിക്കും. അതാണ് പ്രശ്നം. അപ്പൊ പാർട്ട് ടൈം ആയിട്ടും കാര്യമില്ല, എനിക്ക് വേറെ കാര്യത്തിലേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഇവിടെ ഇങ്ങനെ അലേർട്ട് ആയിരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സർ, ഞാൻ ഡിസൈഡ് ചെയ്തു ഇൻഷാ അല്ലാ ഇൻ ദ ഫ്യൂച്ചർ മേ ബി ഐ ബി ജോയിനിങ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാറിനോടും അങ്ങനെ പറഞ്ഞു. പക്ഷെ എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ സ്കൂളിലേക്കില്ല. അങ്ങനെ പോന്നു. അപ്പോ എനിക്ക് ഇത്രയും മടുക്കാനുള്ള ഒരു കാരണത്തിന്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം, എന്നിട്ട് ബാക്കി പാർട്ട് ഞാൻ പിന്നെ ഇപ്പോഴത്തെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന്റെ മുന്നേ പറയാം, ഞാൻ ഈ സ്കൂളിൽ കയറുമ്പോൾ ഇവിടുത്തെ പ്രൊഫഷണലിസം അത് കുറച്ച് പഠിക്കുക, ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് കാര്യങ്ങൾ നോക്കിയിട്ടാണ്, സാലറി അത്ര നോക്കിയിട്ടില്ലായിരുന്നു കയറിയത്. പിന്നെ എനിക്ക് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇന്നിരിക്കുന്നതിൽ എൻ്റെ ഈ ക്വാളിറ്റി നിങ്ങൾ മെജു സ്പാർക്ക് കോഴ്സ് എടുക്കുന്നവർക്കൊക്കെ അറിയാം, എത്രത്തോളം നമ്മൾ ആ ഒരു അല്ലെ, നിങ്ങൾക്ക് ആ ഒരു ടീച്ചിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഞാൻ ഈ ഒരു സ്കൂളിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. മറ്റ് സ്കൂളിൽ നിന്നൊന്നും ഇതിന്റെ 1% പോലും ഞാൻ പഠിച്ചിട്ടില്ല. അതിന്റെ 100%ഉം അത് ഞാൻ പറയും ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ല ക്വാളിറ്റിയാണ്. എൻ്റെ സൂപ്പർവൈസർ, ഏറ്റവും കൂടുതൽ എൻ്റെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഗൈഡൻസ്. അപ്പോൾ എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് പറയാൻ, നമ്മൾ എന്ത് പണി കിട്ടുമ്പോൾ പഠിക്കുക എന്നുള്ളതിലാവുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സൂപ്പർവൈസർ എന്തൊരു കാര്യം തരുമ്പോഴും നമുക്ക് ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ആളെനിക്ക് 1 2 3 മുനീറ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുമ്പോൾ സക്സസ് ആവും. ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് വാവ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കും വരും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അത് എനിക്ക് മെജു സ്പാർക്കിന്റെ ട്രെയിനിങ്ങിലൊക്കെ ഒരുപാട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആ ഒരു സ്റ്റെപ്പുകളൊക്കെ. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ആ സ്കൂളിലില്ലായിരുന്നു. പക്ഷെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടായിരുന്നു. സാലറി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂളിന്റെ ടൈം കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ. ചില കാര്യത്തിൽ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ എന്താണ്, ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് പോയിട്ടാണ് ചിലപ്പോൾ ഫ്ലവേഴ്സ് വേണ്ടി വരും, ബൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ, അതുപോലെ ഗിഫ്റ്റുകൾ വാങ്ങാൻ, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒക്കെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ടാണ് വാങ്ങുക. എന്നിട്ട് രാത്രി 10 മണി 11 മണിക്ക് സ്കൂളിൽ കൊണ്ടു കൊടുത്തിട്ട് സ്കൂളിലെ സെക്യൂരിറ്റിനെ വിളിച്ച് സ്കൂളിനകത്ത് കൊണ്ടുവെക്കേണ്ട ചാൻസ്, ഇത് എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ്, നമ്മളത് ചെയ്യുമ്പോൾ അത്രയും അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. പക്ഷെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടില്ല നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു 1 minute or 2 minute ലേറ്റ് ആയി കഴിഞ്ഞാൽ സാലറി ഡിഡക്ഷൻ. ഒരിക്കലും ബേക്ക് സെയിൽ എന്നുള്ളൊരു പ്രോഗ്രാമിന് കംപ്ലീറ്റ് അതിന്റെ കോർഡിനേഷനിലാണ്. അപ്പൊ അത് ഒരുപാട് കുട്ടികൾ സ്റ്റോളൊക്കെ ഇട്ടിട്ട് കാര്യങ്ങൾ സെല് ചെയ്യാണ് പ്രൊഡക്റ്റ്, അതിന്റെ ക്യാഷ് കളക്ഷൻ, അത്രയൊരു ബിഗ് ഇവന്റ് ആണ് സ്കൂളിൽ, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അറിയാലോ ഒരു ബുദ്ധിമുട്ട്.
ആ ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ആ മാസത്തെ സാലറി വരുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്നത് എൻ്റെ സാലറിയിൽ നിന്നും 970 റിയാൽ, ഏകദേശം 20,000 രൂപ ഡിഡക്ട് ചെയ്തിരിക്കുക. എന്തിനാണെന്നറിയോ? ഈ ആക്ടിവിറ്റിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ മോർണിംഗിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ലേറ്റായി സ്കൂളിൽ ചെന്നതിന് കട്ട് ചെയ്തിരിക്കുക. ഇതെനിക്ക് ഭയങ്കര മടുത്തിട്ടാ. നമ്മൾ പറയില്ല നന്ദിയില്ലാത്ത ഇവരെന്താ ഇങ്ങനെ. പ്രിൻസിപ്പളിനോട് ചെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ പറയും ഓക്കെ ഐ വിൽ ടോക്ക്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഓണർമാരുടെ അടുത്ത് വരുന്നതല്ലേ. അങ്ങനെ അവര് ഓക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് അത് കൂട്ടുന്നില്ല. അപ്പൊ ഈ സാലറിയുടെ കാര്യത്തിൽ ഒരു കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് മാനേജ്മെന്റ് ഇതാക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നെഗറ്റീവ് എനർജി തന്നെ തരുമായിരുന്നു. അങ്ങനെ എന്തായാലും റെസിഗ്നേഷൻ കൊടുത്ത് പിന്നെ ഒക്ടോബർ 24 ആകുമ്പോഴേക്കും എനിക്കിങ്ങനെ ഒരു ഇത്, കാരണം ഒക്ടോബർ 24 ആണ് ലാസ്റ്റ് ഡേ. അപ്പൊ ഈ ഒരു മാസത്തെ സാലറി കിട്ടി എനിക്ക് ഉമ്മയെ കൊണ്ടുവരാം. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഞാൻ മക്കളെ കുട്ടി നാട്ടിലേക്ക് അങ്ങോട്ട് പോകും. ഹസ്ബൻഡ് പറഞ്ഞു അതിൻ്റെ ഒന്നും കാര്യം ഉണ്ടാവില്ല, നിന്റെ തീരുമാനമല്ലേ, നോ പ്രോബ്ലം. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് പിന്നെ ഒക്ടോബർ ലാസ്റ്റ് 24 ആകുന്നതിന്റെ മുന്നേ എൻ്റെ അധികം ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു വട്ടാണ് നിനക്ക്, വട്ടാണ്. ഏതെങ്കിലും ഒരു ജോബ് കിട്ടിയിട്ട് നീ മാറുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഒരു ജോബ് ഇനി നിനക്ക് എവിടെ കിട്ടും? കാരണം നിങ്ങളുടെ സബ്ജക്റ്റ് എല്ലാ സ്കൂളിലും ഇല്ലാന്ന് നിനക്കറിയില്ലേ? എൻ്റെ നല്ല ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ഭയങ്കരത്. എന്നിട്ട് ജോബ് നമ്മുടെ യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു നീ ഇനി ഒരു യൂട്യൂബർ ആവാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അവര്. എന്നിട്ട് ഈ ഒക്ടോബർ ലാസ്റ്റ് 24 ആകുന്ന സമയത്ത് പിന്നെ എനിക്കിങ്ങനെ ഒരു ഇത്, ഞാൻ എന്താണ് വിചാരിക്കുന്നത്, ഈ 24 കഴിക്ക് ഉമ്മനെ പെട്ടെന്ന് കൊണ്ടുവരും. അപ്പൊ ഉമ്മന്റെ കൂടെ കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവും. മക്കളെ സ്കൂളിലേക്ക് വിട്ടിട്ട് മക്കത്തിലേക്ക് നമുക്ക് എളുപ്പമാണ് അല്ലെ, ഉമ്മനെയും കൊണ്ട് ഉമ്ര ചെയ്യിപ്പിക്കുക, ഉമ്മന്റെ കൂടെ പോവുക, എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ടൈം കിട്ടും. പിന്നെ ആ മാസം ബാക്കി കാര്യങ്ങൾ ഇരുന്ന് നമ്മൾ ആദ്യം ഒന്ന് റിലാക്സ് ആയിട്ടില്ലേ, ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലേ, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. നമ്മൾ പിന്നെ നമുക്കതിനുള്ള സ്കില്ലുണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിലും നമുക്കൊരു ഡിറ്റർമിനേഷനും, ബാക്കി പഠിച്ചവനാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ പിന്നെ വിചാരിച്ചൊക്കെ ആയിരിക്കാണ്. അടുത്ത മാസം മുതൽ 0 സാലറിയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പക്ഷേ മൈൻഡിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്കിത് കഴിഞ്ഞ ഒന്ന് സമാധാനമായിട്ട് അലാറം ക്ലോക്ക് ഒന്നും വെക്കണ്ടല്ലോ, ഒന്ന് സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ളൊരിതാണ്. പക്ഷെ എനിക്ക് വർക്ക് ലോഡായിട്ട് വലിയതില്ല, എനിക്ക് ടൈമിംഗ് ഒക്കെ ആയിരുന്നു സ്ട്രെസ് കേട്ടോ. വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വർക്ക് ലോഡും ഇല്ലായിരുന്നു, ബുക്ക് പോലും ഓപ്പൺ ആക്കേണ്ടിയിരുന്നില്ല. 2-3 വർഷം നമുക്കൊരു ബ്രിട്ടീഷ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത്ര വർക്ക് ലോഡ് വരുള്ളൂ. പിന്നെ സെയിം കാര്യങ്ങളാണ്, പോകുന്നു ജസ്റ്റ് ക്ലാസ് കൊടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഒരു ഒക്ടോബർ 15 ആ സമയമാകുമ്പോൾ എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ആളുടെ പേര് സബിന എന്നാണ്, ബയോളജി ടീച്ചർ. ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ആൾക്ക് ഭയങ്കര വിഷമം, ഞാൻ പോരുന്നല്ലേ. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാത്തിന്റെ 2 ടീച്ചേഴ്സ് ഉണ്ട്, അവരൊക്കെ റിസൈൻ ചെയ്ത്, ഞാൻ പറഞ്ഞ അവരൊക്കെ അറബ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ മെജൂസ് പാർക്കിലെ ബയോളജിയുടെ ട്രെയിനർ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ഡോക്ടർ ഷിജു ഷംസുദ്ദീൻ. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും ഹെൽപ്പ് ചെയ്യും, സ്വന്തം കാര്യം നോക്കരുത് കേട്ടോ. ആളടുത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇറങ്ങി പോര്, എന്നിട്ട് വല്ല മാത്തോ കമ്പ്യൂട്ടറോ ഒക്കെ നോക്കിക്കോ, എന്തിനാണ് ആ സ്കൂളിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾ നല്ല എനർജി തന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ല സബിന എന്ന് പറഞ്ഞ ആള് പറഞ്ഞു നീ ഏതെങ്കിലും ഒരു സ്കൂളിൽ പാർട്ട് ടൈം, ആൾക്ക് എൻ്റെ എന്താണ് റീസൺ എന്നറിയാം. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഏതെങ്കിലും ഒരു സ്കൂളിൽ പാർട്ട് ടൈം ആയിട്ടെങ്കിലും ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നീ ട്യൂഷൻ എങ്കിലും എടുക്കട്ടോ. കാരണം ആൾക്ക് എൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അറിയാം. ആൾക്ക് ഭയങ്കര വിഷമം, ഞാൻ പോകുന്ന പിന്നെ ആൾ ഒറ്റയ്ക്കായി, മലയാളികൾ അധികം ഇല്ല സീനിയർ സെക്ഷനിൽ. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും പറയുന്നതാണല്ലോ, വീഡിയോ നീണ്ടു പോകുന്നുണ്ടാവട്ടെ, പക്ഷെ നമ്മൾ ആ കാര്യം പറയുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലെ നിങ്ങളും ലൈഫിൽ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇത് കിട്ടുന്നെങ്കിൽ ആവട്ടെ, അതുകൊണ്ടാണ്. എന്നിട്ട് ഈ സമയത്ത് ഞാൻ വിചാരിച്ചു ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടെങ്കിലും ഇതും എനിക്ക് IGയും CBSE ഒക്കെ പഠിപ്പിക്കാൻ കുറച്ചും കൂടെ കുട്ടികൾ എനിക്ക് കിട്ടും. CBSEയുടെ എക്സാം ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ക്രാഷ് കോഴ്സ് വെക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് യൂട്യൂബ് ചാനലും കുറേ ടീച്ചേഴ്സ് ഉണ്ട്, ഇവർക്ക് ഞാനൊരു ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞ ട്രെയിനിങ് കൊടുത്താലോ. ചെറിയ എമൗണ്ട് ആണെങ്കിലും എനിക്ക് അടുത്ത മാസം 0 സാലറിയാണ്. അവരെന്തെങ്കിലും നമ്മൾ പറയില്ല ചില്ലറ പൈസ ആണെങ്കിലും ഒന്നും ഇല്ലാതിരിക്കണ്ടല്ലോ, ഇത്രയും സാലറി കിട്ടിയ ഞാനിത് റിസൈൻ ചെയ്ത് പോകുമ്പോൾ റിസ്ക് എടുക്കുകയാണെങ്കിലും എന്ന് തോന്നി. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്ന് വീട്ടിൽ വന്നിട്ട്
പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ സാധാ ഒന്ന് ഉറങ്ങുന്ന ഒരു സമയം ഞാൻ ഇരുന്നിട്ട് എന്ത് ചെയ്തു, ഒരു പോസ്റ്റർ ഉണ്ടാക്കി ക്യാൻവയില്. ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ. എനിക്കിത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ഞാൻ കോഴ്സ് ഒന്നും ഡിസൈൻ ചെയ്തിട്ടില്ല, ഒരു ഐഡിയ, പക്ഷെ എനിക്കിത് ഇവർക്ക് കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എനിക്ക് ജോബ് കിട്ടിയിട്ട് കുറെ ആളുകളെ ഹെൽപ്പ് ചെയ്താണ്, യൂട്യൂബിൽ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പോസ്റ്റർ ഇട്ടിട്ട്, എനിക്ക് തോന്നുന്നു 1000 രൂപീസാ തോന്നുന്നു, ഇതിട്ടിട്ട് കുറേ ടീച്ചേഴ്സ് ഇത് ജോയിൻ ചെയ്യാൻ വന്ന് ഒരുപാട് ആളുകൾ കേട്ടോ. പിന്നെ മിസ് എനിക്ക് ക്ലാസ് വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് നോക്കുമ്പോൾ എൻ്റെ സാലറിയുടെ അടുത്തൊന്നുമില്ല, ഫീയുടെ കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സമാധാനം. ഓ അൽഹംദുലില്ലാ, സാലറി ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഒരു ട്രെയിനിങ് കൊടുക്കാനും നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നിനക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നത് റിയാലായിരുന്നു, 1000 രൂപ എന്ന് പറഞ്ഞാൽ 45 റിയാല് പോലും ഇല്ല എന്ന് ആൾ എന്നെ ഒന്ന് കളിയാക്കി ചിരിച്ചു. അപ്പൊ എനിക്ക് ചെറുതെന്നാണല്ലോ ഞാൻ 1-ാം ക്ലാസ്സിന് തുടങ്ങിയതാ, നിങ്ങൾക്കൊക്കെ അറിയും. അപ്പൊ എനിക്ക് കളിയാക്കി ചിരി ഭയങ്കര ഇഷ്ടം. ആരെങ്കിലും ഒക്കെ ഒന്ന് കളിയാക്കി ചിരിച്ചാൽ എനിക്ക് ഒന്നും കൂടെ എനർജി കിട്ടും, ഒരു വാശി കിട്ടും എനിക്ക്. എന്തുകൊണ്ട് ഞാൻ സക്സസ് ആവില്ല, ഇതിലും വലുത് എനിക്ക് കിട്ടുമോ നോക്കണം എന്നുള്ള. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഒക്ടോബർ 23 ആവുന്ന സമയത്ത് ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിന് 2 ദിവസം മുന്നേ എൻ്റെ പ്രിൻസിപ്പൾ വീണ്ടും, പ്രിൻസിപ്പൾ മീൻസ് ഹെഡ്മിസ്ട്രസ് ലെബനോന്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുനീറ എന്താക്കി, പിന്നെ വിഡ്രോവൽ ഒന്നും ഇല്ലല്ലോ, മുനീറ റിസൈൻ ചെയ്യാൻ തന്നെയാണോ എന്ന് പറഞ്ഞ് വീണ്ടും അവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മുനീറക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഡിസൈഡ് ചെയ്താണ് ടീച്ചറുടെ കാര്യം അവർ തന്നെ എടുക്കാന്ന്. അതുവരെ അവർ ടീച്ചറെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കും കൂടെ പിന്നെ കുട്ടികളെ എന്താ പറയാ ബാക്കിയുള്ള ലെസൺസും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യോ, അതുപോലെ 23 ഒക്ടോബർ 31 വരെ മുനീറാക്കുവോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. അപ്പൊ നമ്മൾ അവരോട് അടി കൂടി പോരുന്നല്ലോ അല്ലെ. ഞാൻ പറഞ്ഞു ഓക്കെ മാം, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അഗ്രി ചെയ്തു. ബാക്കിയുള്ളതും കൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ പോരുന്നല്ലേ. ആ സമയത്ത് അവർ എൻ്റെ പിന്നെ പ്ലേസിലേക്ക് എടുക്കുന്ന ടീച്ചറെ അടുത്ത്, ആള് വിസിറ്റ് വിസയിലായിരുന്നു, ആളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആളെ വിളിച്ചു, ആളോട് പിന്നെ നാട്ടിൽ പോയിട്ട്, പിന്നെ ഞങ്ങൾക്കൊരു പിന്നെ വിന്റർ വെക്കേഷൻ അങ്ങനെ എന്തോ ഒരു 10-15 ഡേയ്സിന്റെ ഒരു ലീവ് ഹോളിഡേ വരെയായിരുന്നു. അവരോട് വിസയിൽ വരാൻ പറഞ്ഞു, അവരെ പറഞ്ഞു വിട്ട്. അപ്പൊ അവരെന്നെ വിളിച്ചു, എന്നോട് വിസയിൽ വരാൻ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, ജോയിൻ ചെയ്യുമ്പോൾ ആളുടെ വിചാരം ഞാൻ നെക്സ്റ്റ് ഇയർലി A-level തുടങ്ങുമ്പോൾ വരുന്നതാണ്. ഞാൻ ആളുടെ തസ്മ എന്ന ആളുടെ പേര്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുള്ള ഒരു കാര്യയെ തീരുമാനിക്കണ്ട, റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരില്ല. നമ്മൾ റിസൈൻ ചെയ്യുന്ന എന്താണ്, ഇതൊരു ജേണിയാണ്. ഞാൻ പിന്നെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല, പിന്നെ മുന്നിലേക്ക് പോവുക, അതാണ്. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് ഇനി അങ്ങോട്ട് വരുമെന്ന് വിചാരിക്കേണ്ട അസ്മ, നന്നായിട്ട് പോളിഷ് ചെയ്തോ, അടുത്ത വർഷം A-level പോയിക്കോ, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ആൾ A-level എത്തിയിട്ടുണ്ട്, അത് വേറെ സ്റ്റോറി കേട്ടോ. അങ്ങനെ ഒക്ടോബർ 31 കഴിഞ്ഞ് ഞാൻ പിന്നെ അവരെനിക്ക് ഫെയർവെൽ, ഒരു ടീച്ചർ പോരുന്ന സമയത്ത് ഈ സ്കൂളിൽ എങ്ങനെയാണെന്ന് അറിയോ, അവരല്ല ടീച്ചർമാർക്ക് തരിക, ടീച്ചേഴ്സിൻ്റെ അടുത്ത് ക്യാഷ് കളക്ട് ചെയ്തിട്ടാണ് അവർ ഗിഫ്റ്റ് തരുന്നത്. അതിനോട് ഞാൻ എതിരായിരുന്നു. ഞാൻ എൻ്റെ പ്രിൻസിപ്പളോട് പറഞ്ഞു, അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് ആവശ്യമില്ല, മറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ക്യാഷ് കളക്ട് ചെയ്തിനോ എനിക്കത് താല്പര്യമില്ല. എന്നിട്ടും അവർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ക്യാഷ് ഒക്കെ കളക്ട് ചെയ്ത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ, അങ്ങനെ അറിയാലോ 9 years വർക്ക് ചെയ്ത് പോരുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ടീച്ചേഴ്സ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയ ജോലി, ഇത്രയും വർഷം വർക്ക് ചെയ്ത് ഭയങ്കര അല്ലേ, കുട്ടികളും ടീച്ചേഴ്സും മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ അങ്ങനെ ഉള്ള ഒരു ഇതില്ല. എന്നിട്ട് ലാസ്റ്റ് ഡേയിൽ പോകുമ്പോൾ കുറേ ഫ്രണ്ട്സിന് വിഷമവും കാര്യങ്ങൾ ഇതൊക്കെ. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്ത് പോയിട്ട്, ഞാൻ പോയില്ല, ചെയർമാൻ്റെ അടുത്തോ ആരെടുത്തും ഞാൻ പോയിട്ടില്ല. പിന്നെ സൗദി പ്രിൻസിപ്പൾ എല്ലാവരുടെ അടുത്തും സംസാരിച്ച്, അവർക്കൊക്കെ ഭയങ്കര ഇത്, നീ പിന്നെ റിസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്താണെന്നൊക്കെ പറഞ്ഞ് പല ഡയലോഗ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇവര് പറഞ്ഞു ഓക്കെ ഡോക്ടറായിട്ട് തിരിച്ചു വരും മുനീറ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രിൻസിപ്പളൊക്കെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത് ഇനി ഞാൻ തിരിച്ചു വരുമോ എന്നുള്ളത് കഴിഞ്ഞിട്ട്, പിന്നെ അവര് എല്ലാ ടീച്ചേഴ്സൊക്കെ കൂടി ഫെയർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇതൊരു ജേണിയാണ്, ഇറങ്ങിയെടുത്തേക്ക് ഞാൻ തിരിച്ചു കയറാറില്ല.
അപ്പൊ ആൾ എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ ആള് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം വെൽ പ്രൊഫഷണൽ ആയിരുന്നു ഇവരെല്ലാവരും. സൗദി പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ, മാനേജ്മെന്റ് വേറെയാണ് അല്ലെ. ഇവരും എംപ്ലോയീസ്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഇപ്പത്തെ ഈ ഒരു മാനേജ്മെന്റ് മാറിയതിലുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. സോ ഞാൻ ഇത് പറഞ്ഞ് ഇറങ്ങിയിട്ട് കുറെ ടീച്ചേഴ്സിനോടൊക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഹൈദരാബാദി ഫ്രണ്ട് ഉണ്ട് തഹസീൻ. ആള് വരുന്ന സമയത്ത് ഞാൻ ആളടുത്ത് പറഞ്ഞു, എനിക്ക് ക്യാമ്പസിൽ നിന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുക്ക്, ലാസ്റ്റ് ഗുഡ് ബൈ പറയുന്ന ഒരു ഫോട്ടോ എടുക്കുന്ന. ആള് കുറെ ഫോട്ടോസ് എടുത്ത് അതെന്റെ മൊബൈലിൽ കിടക്കുക. അതെന്തിനാണെന്നറിയോ? ഞാൻ എപ്പോഴും എൻ്റെ ഇവാലുവേഷൻ നടത്തും, സെൽഫ് ഇവാലുവേഷൻ. ഞാൻ എന്തായിരുന്നു, ഇപ്പൊ ഞാൻ എന്താണ്, ഞാൻ മുമ്പ് എടുത്ത ഡിസിഷൻ എന്തായി, ഞാൻ വിഡ്ഢിത്താണോ ചെയ്തത്, അത് വിഡ്ഢിത്തമാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് പഠിക്കും, അതല്ല നല്ലതാണെങ്കിൽ അത് എന്താണ് അതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്. ഇങ്ങനെയാണ് ഞാൻ എന്നെ ഇവാലുവേറ്റ് ചെയ്യാറ്. അപ്പൊ എന്റെ മുമ്പത്തെ സ്കൂളിൽ നിന്നൊന്നും ഞാൻ ഇറങ്ങിയപ്പോൾ ഇതാക്കുമ്പോ എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ അതിനനുസരിച്ച് എൻ്റെ സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്യും. എനിക്കൊരു വാശി ഞാൻ വരുത്താറുണ്ട്, ഹെൽത്തി ആയിട്ട് കേട്ടോ, ഒരു കോമ്പറ്റീഷൻ പോലെ എനിക്ക് എത്തണം, അച്ചീവ് ചെയ്യണം എന്നുള്ള. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇടയ്ക്കൊക്കെ വാട്ടോ എന്നൊക്കെ പറഞ്ഞു, ഹൈദരാബാദി ടീച്ചർ. ഞാൻ പറഞ്ഞു, ഈ ഗേറ്റിൽ നിന്ന് ഇന്ന് ഞാൻ പുറത്തേക്ക് വന്ന പിന്നെ ഞാൻ ഈ സ്കൂളിലേക്ക് കയറില്ല, ഒരു കാര്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. അത്രയും മടുത്തിട്ടാണ് ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ ടീച്ചേഴ്സ്. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിനിങ് ജേണി. ഇപ്പൊ ലാസ്റ്റ് നമുക്ക് ചെന്നൈന്ന് അച്ചീവ്മെന്റ് അവാർഡ് കിട്ടി, ബാക്കി ഉംറക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ സ്കൂളിനെതിരെ കേസ് ഫയൽ ചെയ്തു. കുറെ ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു. ആ കേസ് എനിക്ക് പിന്നെ അതിൽ അച്ചീവ് ചെയ്ത് അവരെനിക്ക് കംപ്ലീറ്റ് ക്യാഷ് തരുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അടുത്ത കരിയറിൻ്റെതിൽ ചെയ്യാം. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന കുറേ പേര് ഇത് കേൾക്കണം എന്നിങ്ങനെ വിചാരിച്ചു. അപ്പയാണ് പെട്ടെന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. ഒരുപാട് ലോങ് വീഡിയോ ആണ്. പക്ഷെ ഇതിൽ നിന്ന് നമ്മള് സക്സസ് ഫെയിലിയർ, പെട്ടെന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്കൊക്കെ എനിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ അടുത്ത കരിയർ ജേണിന്റെ വീഡിയോ വൈകാതെ തന്നെ, ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെ, പെട്ടെന്ന് ഈ വീക്ക് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് എന്താ പറയാ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.